ഹായ്, അങ്ങനെ മാലിയിൽ നിന്നും ഗ്യാൻ ഐലൻഡിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇത് മാലി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ രാത്രി കാഴ്ചയാണ് കേട്ടോ. മാലി എയർപോർട്ടിൻ്റെ ഒരു സൈഡ് കടലും അതിനോട് ചേർന്നുള്ള ബോട്ട് ജെട്ടിയുമാണെങ്കിൽ ഓപ്പോസിറ്റിലാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. ഇവിടുത്തെ ടെർമിനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോർഡിങ്ങിന് സമയമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി അതൊരു അരമണിക്ക് മുമ്പ് നമുക്ക് ഉള്ളിൽ കയറിയാൽ മതിയാകും. ഇത് ബോട്ട് ജെട്ടിയാണ്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് എയർപോർട്ടും വരുന്നത്. ഇതങ്ങ് ദൂരെ കാണുന്നതാണ് മാലി സിറ്റി കേട്ടോ. അങ്ങനെ ബോർഡിങ് സമയമായപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ അകത്തോട്ട് കയറി. എയർപോർട്ടിനകത്ത് നമ്മൾ നടന്നിട്ടാണ് ഈ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് ചെല്ലേണ്ടത്. കാരണം അധികം ദൂരമില്ല ഫ്ലൈറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട്. ട്രിവാൻഡ്രത്ത് നിന്നും ഇൻഡിഗോ എയർലൈൻസിൽ വന്ന അതേ ഘടനയാണ് ഈ മാലദ്വീപ് എയർലൈൻസിലും കേട്ടോ. ഞാൻ ആ വീഡിയോ ലിങ്ക് ഇട്ടേക്കാം. സ്നാക്സും ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഒരു എയർ സിക്നസ് ബാഗ് കിട്ടും. ഒരു വൈപ്പറാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെ ടേക്ക് ഓഫ് ആയി. ഏതാണ്ട് 1.5 മണിക്കൂറാണ് മാലി ടു ഗ്യാൻ ഐലൻഡിലോട്ടുള്ള യാത്ര. ഇത് നമ്മൾ ഈ കാണുന്നതാണ് മാലി ക്യാപിറ്റൽ സിറ്റി. രാത്രിയിലെ കാഴ്ച അത്ര ക്ലിയർ അല്ല കേട്ടോ. തൊട്ടടുത്തായിട്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഐലൻഡായിട്ടുള്ള ഹുളുമാലി ആണ് അവിടെ കാണുന്നത്. ഗ്യാൻ ഐലൻഡിൽ ലാൻഡ് ചെയ്തതിന് മുൻപായിട്ട് ഫോമുല എന്ന് പറയുന്ന മറ്റൊരു ഐലൻഡിൽ ലാൻഡ് ചെയ്തിട്ടാണ് ഫ്ലൈറ്റ് തിരിച്ച് വീണ്ടും ഗ്യാനിലോട്ട് വരുന്നത്. അങ്ങനെ അവസാനം ഫ്ലൈറ്റ് ഗ്യാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. വെളുപ്പാങ്കാലം 4 മണി ആയതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മറ്റു വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.